ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു +916 once again. സോ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് ചെയ്യാം. ക്ലാരിഫിക്കേഷനാണ്. എന്തുകൊണ്ട് ഞാൻ കുറേ ആളുകൾക്കെതിരെ വീഡിയോ ചെയ്യുന്നു? പേഴ്സണൽ റിവെഞ്ചാണോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഈ ചാനൽ തുടങ്ങി ഞാൻ വിജയരാജിനെതിരെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. റോബിൻ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിടുന്നു. അത് കേസ് കൊടുത്തിട്ടുള്ളതും ഇവൻ ലോക്കപ്പിൽ പോയതുമായിട്ടുള്ള പോസ്റ്റ് വരുന്നു. സോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും. അത്രയും നടന്നിട്ടുള്ളൂ. പിന്നെ വിവിക്കെതിരെ സാൻഡ് റിയാക്ട് വീഡിയോ ചെയ്യുന്നു, തെളിവ് സഹിതം വയ്ക്കുന്നു. സോ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അതും റിയാക്ട് ചെയ്യും. പിന്നെ വിവിക്കെതിരെ നമ്മൾ കൂടുതൽ ചെയ്യാൻ കാരണം വിവി പേഴ്സണലി എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞ വ്യക്തിയാണ്. അവൻ നന്മപരമായി അവനെ ചിലർ മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയുന്നത്, അല്ലേ? പിന്നെ ഇവനെന്ന് പറയുന്നവൻ റെക്കോർഡ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സബാൻ്റെ വിഷയത്തിലും എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളും ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലായോ? അപ്പോൾ ഇത്തരം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ റെക്കോർഡ് ചെയ്യുന്നത് വരെ ഓക്കെ, അത് പബ്ലിക്കിൽ റിലീസ് ചെയ്ത് ഒരാളുടെ ഫെയിം ഇവർ നശിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് 1.5 വർഷം കൊണ്ട് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വോയിസ് റെക്കോർഡുകളും ഇവൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവൻ അത് പുറത്ത് വിട്ടാലും ഒരു ചുക്കുമില്ല എന്നുള്ള രീതിയിൽ ഇവർ പോയാൽ ഏതുവരെ പോകുമെന്ന് എനിക്കറിയാം. ചുക്കുമില്ല എന്നുള്ള രീതിയിൽ ഇവർക്കെതിരെ ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ജിനു വിവിയെ വെളുപ്പിക്കാൻ ശ്രമിച്ചു, മനസ്സിലായോ? ഓവറായിട്ട്. പിന്നെ ജിനൂസിൻ്റെ ചാനലിൽ എന്നെക്കുറിച്ച് ഇതിന് മുമ്പേ തന്നെ ജിനു എന്നോടൊരു കാര്യവും ചോദിക്കാതെ, എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പോലും ചോദിക്കാതെ മറ്റുള്ളവരുടെ പേര് തമ്പനയിൽ വെച്ച് എന്നെക്കുറിച്ച് വീഡിയോ ചെയ്ത ഒരാളാണ് ജിനു. അപ്പോൾ പിന്നെ ഞാൻ അറ്റ്ലീസ്റ്റ് ന്യായമായിട്ട് വേറൊരാളുടെ പേര് വയ്ക്കാതെ അവൻ്റെ പേര് തന്നെയാണല്ലോ വെച്ച് ചെയ്യുന്നത് നേരെയാണല്ലോ ചെയ്യുന്നത്, പുറകിൽ കുത്തുന്നില്ലല്ലോ, അല്ലേ? അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇവർക്കെതിരെ ഞാൻ വീഡിയോകൾ തുടരും. പിന്നെ 4th ജംഗ്ഷൻ എല്ലാത്തിലും റോബിനെ പിടിച്ചിടാൻ ശ്രമിച്ചു. സോ അവനെതിരെ ഒരു വീഡിയോ. കാള പറ്റുമെന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുന്ന സ്വഭാവം, ചുമ്മാ ഇച്ചിരി റീച്ച് കിട്ടാനുള്ള പരിപാടി, അതൊക്കെ മനസ്സിലാവും. വൈബറിനെ ചൊറിഞ്ഞു, വൈബർ കൊടുത്തു, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്കിവരൊന്നും എന്താ പറയുക, സമൂഹത്തിൽ കരിവാരി തേച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ആക്ച്വലി വിവിയുടെ വീഡിയോസ് 3 or 4 വീഡിയോസ് ചെയ്ത് നിർത്താൻ ഉദ്ദേശിച്ചതാണ്. അപ്പോഴാണ് ജട്ടി ജിനു മറ്റേ ജയദേവനെയൊക്കെ കൊണ്ട് ഇരുത്തി അങ്ങ് കുണയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ നിങ്ങൾ കുണയ്ക്കുമെങ്കിൽ പിന്നെ ഞാനും കുണയ്ക്കാം. മനസ്സിലായി. ഞാൻ ആക്ച്വലി ദ ഗെയിം ഓവർ എന്ന വീഡിയോയോട് കൂടി എല്ലാം നിർത്താൻ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കതിലെ ലൈവ് പിന്നെ ഞാനും തുടങ്ങാം. നിങ്ങൾക്ക് തുടങ്ങാൻ പിന്നെ എനിക്കെന്തടേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലാരിഫിക്കേഷൻ. പിന്നെ വീഡിയോസ് മുഴുവനും കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ചാനലിലെ വീഡിയോസൊക്കെ കാണേണ്ടി വരും. ഇവരുടെ പഴയ വീഡിയോസൊക്കെ കുത്തിയിരുന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് പുതിയതായിട്ട് സബ് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ വിട്ടിട്ട് നല്ല വീഡിയോസ് ഞാൻ ചെയ്യുള്ളൂ. ഇന്ന് മുതൽ നല്ല കണ്ടൻറ്റുകൾ വേറെ ചെയ്യും. ഇവനൊക്കെ ആര് അതൊക്കെ നിങ്ങൾ കാണും. പക്ഷേ ഇവന്മാരെ ഞാൻ വിട്ടുപിടിക്കത്തില്ല. കൊട്ടേണ്ട സമയത്ത് കൊട്ടിക്കൊണ്ടേയിരിക്കും. ഇവരങ്ങനെ നന്മമരമാകണ്ട. ജിനൂസിൻ്റെ നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വിവിയുടെ വോയിസ് റെക്കോർഡിൻ്റെ കാര്യം വന്നപ്പോൾ വിവിക്കെതിരെ വീഡിയോ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിവിയെ വെളുപ്പിച്ചുകൊണ്ട് വന്നു. എന്തിന് വെളുപ്പിക്കണം? തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അവിടെ വെളുപ്പിക്കലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സോ ആരോട് എനിക്ക് പേഴ്സണൽ റിവെഞ്ച് അല്ല, മറിച്ച് കാണുന്നത് പറയും, അത്രമാത്രം. പിന്നെ ഈശ്വര, പിന്നെ എന്താ പറയുക, പേഴ്സണൽ റിവെഞ്ച് ഉള്ളവരോട് അത് ദൈവം കൊടുത്തോളും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഒരു ചെറ്റത്തമ്പുരാൻ, അവൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് സത്യം പറഞ്ഞാൽ അവനെ ഞാൻ എടുത്തിട്ട് പോലും ഇല്ലായിരുന്നു. ഈ ചാനലിൽ അവനെയൊന്നും കൊണ്ടുവരരുതെന്ന് കരുതിയതാണ്. അപ്പോൾ കാണാൻ ഞാൻ വിവിക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ അവൻ എൻ്റെ മോളെ കുറിച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റ്, അങ്ങനെയാണ് അവനെതിരെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പകുതിയും കാണാതെ ഞാൻ ചെയ്യുന്നത് മാത്രം ഫോളോ ചെയ്യാതെ ഇവരെയൊക്കെ കുറച്ച് ഫോളോ ചെയ്യും. മനസ്സിലായോ? അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സോ പോയിട്ട് വരാം. ഐ ലവ് യു ആൾ.